അതിനുശേഷം പിന്നെ പ്രോസസ്സിങ് ആയിരുന്നു. എല്ലാവർക്കും അറിയാം ജർമ്മനിയിൽ പോകുന്ന പ്രോസസ്സിങ് ഭയങ്കര ലാഗാണ്, എല്ലാത്തിനും ഭയങ്കര സമയമെടുക്കും. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും ഞാൻ പാസ്സാകുന്നതിന് മുമ്പ് തന്നെ പാസ്സായിട്ടിരിക്കുന്ന എൻ്റെ പല ഫ്രണ്ട്സും അവരെല്ലാവരും പ്രോസസ്സിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ആർക്കും ഒന്നും ആയിട്ടില്ലായിരുന്നു. അതെല്ലാം കേൾക്കുമ്പം ഭയങ്കര ടെൻഷനായിരുന്നു. ദൈവമേ ഇനി ഒത്തിരി നാളാവുമോ, അങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ പ്രാർത്ഥനയും മുറുകെ പിടിച്ചു, ജപമാലയും വിശ്വാസ പ്രമാണവും കരുണക്കൊന്തയും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ഇച്ചിരി സമയം കിട്ടിയാൽ പോലും ഞാൻ എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കും. ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു, ഉറക്കം വരും. ഞാൻ വായന നിർത്തി, ഞാൻ ബൈബിള് എഴുതാൻ തുടങ്ങി. അരമണിക്കൂർ ഞാൻ എന്നും ബൈബിളെ എഴുതുമായിരുന്നു. ഞാൻ പുതിയ നിയമം മൊത്തം എഴുതി തീർന്നു ആദ്യം. ഇപ്പം ഞാൻ പഴയ നിയമം എഴുതിക്കൊണ്ടിരിക്കുന്നു. പാസ്സായി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് പ്രോസസ്സിങ്ങിൽ അക്സെപ്റ്റൻസ് വരെ എന്നുള്ളതായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഏജൻസിക്കാർ പറയുന്നത് അറ്റ്ലീസ്റ്റ് 3 മാസം, അത് ഏറ്റവും കുറവായിരുന്നു. എല്ലാവർക്കും അതിൽ കൂടുതലാണ് വരുന്നത്. പക്ഷേ എനിക്ക് വെറും 1 മാസം കൊണ്ട് എൻ്റെ അക്സെപ്റ്റൻസ് നൽകി എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷമുള്ള അടുത്ത കടമ്പ വിസയ്ക്ക് ഡേറ്റ് എടുക്കുക എന്നുള്ളതായിരുന്നു. അതിനു വേണ്ടിയിട്ട് കുറേ പരിശ്രമിച്ച്, പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒക്ടോബറിലെ ഇവിടുത്തെ അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ വന്ന് പങ്കെടുത്ത് പ്രാർത്ഥിച്ചോളാമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഒരു ദിവസം രാവിലെ കാപ്പ് കുടിച്ചുകൊണ്ടിരുന്നപ്പം പാപ്പ എന്നോട് ചോദിച്ചു, തന്നെ വിസയുടെ കാര്യം എന്തായി, ഡേറ്റൊന്നും കിട്ടിയില്ല അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല പാപ്പ, കിട്ടും. ഞാൻ റാലിക്ക് പോയിട്ട് വന്നു കഴിയുമ്പം മാതാവ് എനിക്ക് ഡേറ്റ് തരുമെന്ന് ഞാൻ പറഞ്ഞു. പിറ്റേ ദിവസം പാപ്പ എന്നോട് പറഞ്ഞു, തന്നെ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇന്നലെ രാത്രിയിൽ മാതാവ് എൻ്റെ അടുത്ത് വന്ന് ഒരാഴ്ചക്കുള്ളിൽ നിനക്ക് വിസയ്ക്ക് ഡേറ്റ് കിട്ടുമെന്ന് എന്നോട് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ റാലിക്ക് വരുന്നതിന് മുമ്പ് തന്നെ മാതാവ് നവംബർ 7-ാം തീയതി ഡേറ്റ് നൽകി എന്നെ അനുഗ്രഹിച്ചു. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ റാലിക്ക് വന്നു. വളരെ സന്തോഷമായിട്ട് യാതൊരു ക്ഷീണവും തളർച്ചയും ഒന്നും കൂടാതെ ഞങ്ങൾ റാലി പൂർത്തിയാക്കി ആർത്തുങ്ക പള്ളിയിലെത്തി. ഞാൻ ആദ്യമായിട്ടാണ് അത്രയും ദൂരം നടക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ജപമാല ചൊല്ലി പള്ളിയിലെത്തി പ്രാർത്ഥിച്ചു. എനിക്ക് ആ സമയത്ത് ക്ഷീണവും തളർച്ചയും ഒന്നുമില്ലായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഞാൻ തലചുറ്റി വീണു. എൻ്റെ ഓർമ്മയിൽ ഞാൻ അങ്ങനെ വീഴാൻ പോവാമെന്നോ എനിക്ക് ക്ഷീണം വരുന്നൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ വീണു. അവിടെയുള്ള എല്ലാവരും കൂടെ എന്നെ ഒരു കസേര പിടിച്ചിരുത്തിയെന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു.